വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോൾ ഞാനിപ്പോൾ ബസ് കയറാൻ വേണ്ടി സ്റ്റേഡിയത്തിൽ നിൽക്കാം. അപ്പോൾ നമ്മൾ കോളേജ് ബസ് കയറിയിട്ടുണ്ട്. അവിടെ എല്ലാവരും മുന്നിൽ വെച്ചിട്ട് എനിക്ക് വീഡിയോയിൽ പറയാൻ കുറച്ച് മടിയായിരുന്നു. അതിന് ഇൻട്രോ എടുക്കാൻ നല്ല മടിയായിരുന്നു. അപ്പോൾ നമ്മൾ കോളേജ് ബസ് കയറിയിട്ടുണ്ട്. ഇനിയൊരു 8:45 ആകുമ്പോൾ നമ്മൾ കോളേജ് എത്തും. ഇനിയിപ്പോൾ എനിക്കുള്ള പണി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങും. അവിടെ എത്തുന്നത് വരെ ഞാൻ കിടന്നുറങ്ങും. ഇനി ബാക്കി കോളേജ് എത്തിയിട്ട് കാണാം. എനിക്കെന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാവും കാണിക്കാൻ എന്നൊന്നും അറിയില്ല. കാരണം ഫസ്റ്റ് ഇയർ പിള്ളേർക്ക് എക്സാമാണ്. അപ്പോൾ തേർഡ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സിനും ക്ലാസ്സാണ്. നോക്കാം, നമുക്ക് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ കാണിക്കാം. നോക്കാം. പിന്നെ കുറച്ച് ബിസി ആയിട്ടുള്ള ഡേ തന്നെയാണ്. പേപ്പർ കളക്ഷൻ ഉണ്ട്, അതേപോലെ അറ്റൻഡൻസ് റിപ്പോർട്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നോക്കാം, എന്തൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ബാക്കി കോളേജിലെത്തിയിട്ട് കാണാം. ഇന്ന് പിള്ളേർക്ക് ലാബ് എക്സാമാണ്. അതുകൊണ്ട് എന്തെങ്കിലും മട്ടുണ്ടോയെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. എൻ്റെ കോളേജ് എത്തി പഞ്ചിങ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ഇയേഴ്സിന് എക്സാം ഇല്ലെങ്കിൽ സെക്കൻഡ് ഇയേഴ്സിന് ക്ലാസ്സിന് പോകണം. അപ്പോൾ ഞാൻ തീരുമാനമായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ താഴെ ലാബിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അമ്മ എനിക്കിന്ന് ആപ്പവും ചന്ന മസാല ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡ്യൂട്ടി ഒന്നുമില്ല, ക്ലാസ്സില്ല. അപ്പോൾ ഇന്ന് കുറച്ച് പെൻഡിങ് വർക്ക്സൊക്കെ തീർക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്ന് തേർഡ് ഫ്ലോറിലായതുകൊണ്ട് കയറിയപ്പോഴേക്കും നല്ലോണം കഥയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ഇത്രയും ആൻസർ ഷീറ്റ് നമുക്ക് കറക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് ആൻസർ ഷീറ്റൊക്കെ കറക്റ്റ് ചെയ്യാം. ആകെ കുളമായിട്ട് കിടക്കുകയാണ്. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാം. ലാബ് എക്സാം നടത്താൻ സെക്കൻഡ് ഇയറിൻ്റെ ലാബ് എക്സാം നടത്താൻ ഇനിയും ലാബ് കിട്ടാത്തത് കൊണ്ട് മേ ബി ക്ലാസ് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാനെ ലാബ് കിട്ടണമെന്ന്. വ്ളോഗ് தான் மேம், நீங்கள் வரீங்களா വ്ളോഗിൽ? അപ്പോൾ സെക്കൻഡ് ഇയേഴ്സിന് ലാബ് ഇല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിന് പോകേണ്ടി വരും. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ടെൻഷനിൽ ഇരിക്കുകയാണ്. ഇല്ലാണ്ടിരുന്നാൽ നമുക്ക് പേപ്പർ കറക്റ്റ് ചെയ്യാം. നിങ്ങൾ കണ്ടാലും എത്ര പേപ്പർ ഉണ്ടെന്ന്. കെട്ട് കണക്കിന് പേപ്പറാണ് ഗൈസ്, കെട്ട് കണക്കിന് പേപ്പർ. ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇപ്പം എനിക്ക് ആ എക്സൈറ്റ്മെൻറ്റൊക്കെ പോയി, എല്ലാം പോയി. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം പേപ്പർ ഇപ്പോൾ ഉള്ള ടൈമിൽ വേഗം ഒരു 5 പേപ്പറെങ്കിൽ 5 പേപ്പർ കറക്റ്റ് ചെയ്യാൻ പറ്റിയാൽ തന്നെ വലിയ കാര്യമാണ്. നമുക്ക് ആദ്യം പേപ്പർ കറക്റ്റ് ചെയ്യാം. ഈ പിള്ളേരൊക്കെ എഴുതിയത് കാണുമ്പോൾ ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചത് തന്നെയാണോ എന്നുള്ളൊരു അവസ്ഥയിൽ കൂടിയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര എഴുതിയിട്ടുള്ളൂ ഗൈസ്, ഇത്രയും പേപ്പർ വേസ്റ്റാണ്. ഇതിനൊക്കെ ഞാൻ എങ്ങനെ പാസ്സാക്കി വിടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കുറച്ച് നേരമൊക്കെ പേപ്പറൊക്കെ കറക്റ്റ് ചെയ്തു. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പേടിച്ച പോലെ തന്നെ സെക്കൻഡ് ഇയേഴ്സിൻ്റെ ലാബ് എക്സാം ഡ്യൂട്ടിക്ക് തന്നെ ഇട്ടു ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് എനിക്ക് സെക്കൻഡ് BCA ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ ബ്ലോക്കിലേക്ക് പോകണം. അപ്പോൾ ഇന്ന് ഫുള്ള് കഷ്ടപ്പാടാണെന്ന് അർത്ഥം. ഇന്നെങ്കിലും ഫ്രീ ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു, അതും പറ്റിയില്ല. അപ്പോൾ ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും നന്നായി സംസാരിച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയും ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ട് എടുക്കാൻ പറ്റില്ല. പിള്ളേരൊക്കെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അറിഞ്ഞൂടാ. ഞാനിങ്ങനെ ഫോൺ എടുത്ത് എല്ലാവരും എന്നെ ഇങ്ങനെ തുറച്ച് നോക്കണം. അതുകൊണ്ട്
ജസ്റ്റ് ഒരു ക്ലിപ്പുകൾ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഞാൻ വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുക. എന്നാലും ഞാൻ പറ്റുന്നത്ര ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം ലാബ് എക്സാം ഡ്യൂട്ടിക്ക് പോയിട്ട് വരാം. ഓക്കെ, ലാബ് എക്സാം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ക്ലാസ്സിന് പോവാണ്. ലാബ് എക്സാമിൻ്റെ ഷോർട്സ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കിനി അത് ബാക്കി പിന്നെ കാണാം. ബാക്കി ഇനി ക്ലാസ്സിൽ പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ അവിടെ ക്ലാസ്സും കഴിഞ്ഞു തിരിച്ച് 3rd ഫ്ലോറിലേക്ക് വന്ന് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ പോകും. ഡിപ്പാർട്ട്മെൻറ്റിൽ ആരുമില്ല. അയ്യോ, ഇപ്പോൾ സമയം ഏകദേശം 12:30 കഴിഞ്ഞു. നമുക്കിനിപ്പോൾ ലഞ്ച് കഴിക്കാം. ഓക്കെ, ലഞ്ചിന് എന്തൊക്കെയാണ്? അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെനു പറയണത് ചോറ്, നെല്ലിക്ക, കൊണ്ടാട്ടം, കൊള്ളിക്കറവട, പിന്നെന്താ ഉരുളക്കിഴങ്ങ്, മോര് കാച്ചിയത്. നമുക്ക് കഴിക്കാം. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. കൈ കഴുകാൻ പോവാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ക്ലാസ്സിൽ പിള്ളേരൊക്കെ കഴിഞ്ഞു. ഉച്ചവരെ ഉള്ളൂ കേട്ടോ പിള്ളേർക്ക് ക്ലാസ്. 1:30 വരെ. എക്സാം ആയതുകൊണ്ട് 12:30 വിടും. സാധാരണ ക്ലാസ്സുള്ള ദിവസങ്ങൾ 1:30 വിടും. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ് ഇല്ല. എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് പേപ്പർ കറക്ഷനാണ് ഉള്ളത്. ഞാൻ ഇന്നത്തെ പേപ്പർ കറക്ഷനാണ് ഉള്ളത്. അപ്പോൾ ഞാൻ പേപ്പർ കറക്ഷൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ പിള്ളേർക്ക്. അപ്പോൾ ഇന്നിപ്പോൾ ഓൺലൈൻ ക്ലാസ് ഇനി എടുക്കണം. അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് പേപ്പർ കറക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലാണ്. പിള്ളേരൊക്കെ വരുന്നേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം പേപ്പർ കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. കോളേജിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ ഒന്ന് വാഷ്റൂമിലേക്ക് പോയാൽ അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 4:15 കേട്ടോ. 4:15 ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നത്. ക്ലാസ്സിൻ്റെ നമുക്ക് ഇത്രയൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് കണ്ടൻ്റ് ഒന്നും ഇല്ലയെന്ന് എനിക്കറിയാം. പക്ഷേ കോളേജിൽ വീഡിയോസ് എടുക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.